അവസാനമായിട്ടൊരു ചോദ്യം. അതിന് വരുന്ന നോമ്പല്ലേ? അപ്പോൾ തറാവി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചതിന് തെളിവുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചതിനാണ് ചോദിക്കുന്നത്, ഉമർ റളിയല്ലാഹു വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവി നിസ്കാരം 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചതിന് തെളിവുണ്ടോ? السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. വിശുദ്ധ റമളാനിനെ തൊട്ടടുത്ത ദിവസം പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് നമ്മളൊക്കെ. ഈ സമയത്ത് വലിയ ഒരു പ്രാധാന്യമുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ആമുഖമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും വലിയ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅയെ തെറ്റിദ്ധരിച്ച് ആരെങ്കിലും വല്ല പുതിയ ആദർശങ്ങളിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സത്യം പഠിക്കാനും സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് തിരിച്ചറിയാനും ഉള്ള ഇഷ്ടാനുസരണം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് നാളെയും മറ്റന്നാളുമൊക്കെ അത് അവിടെ കുറെ സുന്നികൾ വന്ന് ചോദ്യം ചോദിച്ചു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും ഉത്തരവും നടത്തി എന്നല്ലാതെ ഞങ്ങൾക്ക് പറയാനുള്ള ചോദിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന ഒരു പ്രചരണം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വളരെ സൗമ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രധാന മുദരിസും ഞങ്ങളുടെയൊക്കെ അഭിവന്യരായ ഉസ്താദുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് ഉസ്താദ്, സലാം സഖാഫി, സയ്യിദലവി നിസാമി അടക്കമുള്ള ഉസ്താദുമാർ ഇവിടെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചോദിച്ച് സംശയങ്ങൾ തീർക്കാൻ ഇവിടെയുണ്ട്. നിങ്ങൾ വന്നാൽ അപ്പോ നിങ്ങൾക്കുള്ള അവസരം നൽകും. അത് തീർച്ചയാണ്. ഇനി ഈ സദസ്സിൽ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇതുപോലെ മറ്റു ഇതര വിഭാഗങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സംശയങ്ങളും സുന്നികളായ ആളുകൾ തന്നെ ഉണ്ടാകും. അവർക്കും ഈ സദസ്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് റമളാനിൽ നമസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരത്തെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദു പ്രസ്ഥാനം അവര് ഓരോ സമയങ്ങളിലും ഓരോ വാദങ്ങളായിരുന്നു ഉന്നയിച്ചു കൊണ്ടിരുന്നത്. തറാവീഹ് നമസ്കാരം എന്ന ഒരു നിസ്കാരം തന്നെ ഇല്ല. റമളാനിൽ അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ല. തറാവീഹ് നമസ്കാരം എന്ന ഒരു നിസ്കാരമില്ല. ഇതായിരുന്നു ഒരു കാലത്ത് മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത് മറ്റു മാസങ്ങളിൽ ഉള്ള ഒരു നിസ്കാരം തന്നെയാണ്. അത് റമളാനിലാകുമ്പോൾ തറാവീഹ് എന്ന് പറയും, റമളാൻ അല്ലാത്തപ്പോൾ അതിന് വിത്ർ എന്ന് പറയും, ഒന്ന് ഉറങ്ങിയെഴുന്നേറ്റാൽ അതിന് തഹജ്ജുദ് എന്ന് പറയും. ഇങ്ങനെ സാധനമൊക്കെ ഒന്നു തന്നെയാണ്, പേര് ഓരോ സമയത്തിനനുസരിച്ച് മാറുകയാണ് എന്ന ഒരു വിചിത്രവാദവുമായി പിന്നീട് രംഗത്തു വന്നു. ഇപ്പോൾ വഹാബികൾ എത്തി നിൽക്കുന്നത്
തറാവീഹ് 20 റക്അത്ത് എന്നതല്ല, അത് 8ഉം അതുപോലെ 10ഉം അതുപോലെ അതിൻ്റെ മേലെയും താഴെയും ഒക്കെ എത്രയും ഇഷ്ടാനുസരണം നിസ്കരിക്കാം. 20 റക്അത്ത് എന്ന് ഇല്ല എന്നതാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം എത്തി നിൽക്കുന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനിൽ അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടോ ഇല്ലയോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ അഫ്തറല അലൈക്കും സിയാമ വസനൻതു ലക്കും ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ ഒന്നും ഇല്ലാത്ത, നിർബന്ധമായും അനുഷ്ഠിക്കാനില്ലാത്ത ഒരു പ്രത്യേക നോമ്പ് റമളാനിൽ നിങ്ങൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു. വസനൻതു ലക്കും ഖിയാമ. ആ റമളാനിലെ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നിരിക്കുന്നു. അപ്പോ റമളാനിൽ നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുന്നത് റമളാനല്ലാത്ത മറ്റു മാസങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു നോമ്പാണ്. റമളാനല്ലാത്ത മറ്റു മാസങ്ങളിൽ നിർബന്ധമില്ലാത്ത നോമ്പാണ് റമളാനിൽ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ ഞാൻ നിങ്ങൾക്ക് നിസ്കാരം സുന്നത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് റമളാനിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് റമളാനിലെ നിസ്കാരം എന്ന് പറഞ്ഞത് ബാക്കിയുള്ള മാസങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക നിസ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നിട്ടുള്ളത് എന്ന് ഈ ഹദീസ് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തറാവീഹ് നമസ്കാരം അത് സാധാരണ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നിസ്കരിക്കുന്നത് തന്നെയാണ്. അത് മറ്റു മാസങ്ങളിലാകുമ്പോൾ വിത്ർ എന്ന് പറയും, ഉറങ്ങി എഴുന്നേറ്റാൽ അതിന് തഹജ്ജുദ് എന്ന് പറയും, റമളാനിലാകുമ്പോൾ അതിന് തറാവീഹ് എന്ന് പറയും എന്ന ഈ വിചിത്രവാദം അത് അബദ്ധമാണ്. അത് ഒരിക്കലും തന്നെ തെളിവുകളുടെ പിൻബലം ഇല്ലാത്ത വാദമാണ് എന്ന് ഈ ഹദീസ് കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ തറാവീഹ് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ ഒരു ദിവസം ജനങ്ങളെ, സ്വഹാബത്തിനെ കൂട്ടി റമളാനിൽ പ്രത്യേകമായി ഇശാഇന് ശേഷം നിസ്കാരം നിർവഹിക്കുന്നു. ആ ജമാഅത്ത് അവിടെ നടക്കുന്നു. രണ്ടാമത്തെ ദിവസം കൂടുതൽ ആളുകളിലേക്ക് വിവരമെത്തിയപ്പോ ആളുകൾ ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഇന്ന് വർദ്ധിക്കുന്നു. മൂന്നാം ദിവസം അതിലേറെ വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമത്തെ ദിവസം ആ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നില്ല. കാരണം പള്ളിയിൽ ജനങ്ങൾ മുഴുവനും തടിച്ചുകൂടിയിരിക്കുകയാണ്. കൂടുതൽ സ്വഹാബികളിലേക്ക് ഈ വിവരമെത്തിയപ്പോ പള്ളി നിറയെ ജനങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത് കണ്ട്, ഈ നമസ്കാരം ജനങ്ങളുടെ ആവേശവും താല്പര്യവും കണ്ട് ഇതവർക്ക് ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത് കൊണ്ടാണ്, ഇത് ഫർളാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് നാലാമത്തെ ദിവസം നിസ്കാരത്തിനു വരാതിരുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ കാത്തിരുന്ന സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ പിന്നീട് അത് ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ 3 ദിവസം ജമാഅത്തായി തറാവീഹ് നമസ്കാരം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരൊറ്റ കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലെ ജമാഅത്തിന് വന്നിട്ടില്ല. പിന്നീട് സ്വഹാബത്ത് ഒറ്റക്കും ചെറിയ സംഘങ്ങളുമൊക്കെയായി ആ ജമാഅത്ത് തുടർന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചെറിയ സംഘങ്ങളായും
ഒറ്റക്കായുമൊക്കെയായി നിസ്കാരം തുടർന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ അന്നത്തെ മുഴുവൻ സ്വഹാബത്തിനും ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തറാവീഹ് നമസ്കാരം പുനർസ്ഥാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു പഠിപ്പിച്ച ആ നിസ്കാരം ഈ ജനങ്ങളുടെ ആവേശവും താല്പര്യവും കാരണം ഇത് ഫർളാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് തറാവി നമസ്കാരത്തിന്റെ ജമാഅത്തിന് വരാതെ മുത്തുനബി തങ്ങൾ വീട്ടിൽ തന്നെ നിസ്കരിച്ച ആ നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പുനർസ്ഥാപിക്കുകയാണ് ആ ജമാഅത്ത് നിസ്കാരം. ആ ജമാഅത്തായുള്ള നിസ്കാരം പുനർസ്ഥാപിച്ചതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കുന്നാ നഖൂമു ഫീ സമാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി20 റക്അ. മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഞങ്ങൾ സ്വഹാബത്ത് 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 റക്അത്താണ് ഞങ്ങൾ തറാവീഹ് നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്താണോ തറാവീഹ് നമസ്കരിച്ചത് എന്നതിന് വല്ല രേഖയും ഉണ്ടോ എന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ രേഖ എന്ന് പറയുന്നത് മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ഇജ്മാ ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നിസ്കാരം സംഘടിപ്പിക്കുമ്പോ പുനർസംഘടിപ്പിക്കുമ്പോ അവിടെ അന്ന് ജീവിച്ചിരിപ്പുള്ള സ്വഹാബത്തിൽ ഒരാളും തന്നെ അതിനെ എതിർത്തില്ല. അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ ഒരു 20 റക്അത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല എന്ന് അവരാരും പറഞ്ഞില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 20 റക്അത്ത് തറാവീഹ് അത് പഠിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുമായിരുന്നു, തിരുത്തുമായിരുന്നു, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമായിരുന്നു. അവരത് ചെയ്തില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്താണ് തറാവീഹ് നമസ്കരിച്ചിട്ടുള്ളത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്തായി പുനർസംഘടിപ്പിച്ച തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത് ഞങ്ങൾ 20 റക്അത്താണ് നിസ്കരിച്ചിരുന്നത് എന്ന് ആ സ്വഹാബത്തിന്റെ ഇജ്മാഇൽ നിന്ന് തന്നെ ഇത് ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തറാവീഹ് നമസ്കാരം 20 റക്അത്താണ് നിസ്കരിച്ച് സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. അത് നമ്മുടെ ഇമാമിയങ്ങൾ മുഴുവനും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്.